ശമൂവേലിന്റെ ഒന്നാമത്തെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ദൈവമില്ലാത്തൊരു കാലഘട്ടത്തിലല്ല ശമൂവേൽ. ദൈവം സംസാരിക്കാത്ത അനുഭവത്തിലുമല്ല, അവസ്ഥയിലുമല്ല. എന്നാൽ ശമൂവേലിന്റെ കാലഘട്ടത്തിൽ ദർശനം ഏറെ ഇല്ലാതിരുന്ന, വചനം ദുർലഭമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്തുകൊണ്ട് ദൈവം സംസാരിച്ചില്ല, എന്തുകൊണ്ട് ദൈവം ഇടപെട്ടില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ശമൂവേൽ എന്നൊരു മനുഷ്യനെ, അതിശക്തനായ ഒരു പ്രവാചകനെ ദൈവത്തിന് ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ നിശബ്ദതകൾക്കകത്തുകൂടെ ശ്രദ്ധ പഠിച്ചപ്പോഴാണ്. ദൈവത്തിന്റെ നിശബ്ദതകൾ നിങ്ങളെ ദൈവശബ്ദം കേൾക്കാൻ പ്രാപ്തരാക്കി മാറ്റും. ദൈവം കാണാത്ത സമയമല്ല ദൈവത്തിന്റെ നിശബ്ദതകൾ. ദൈവം നിങ്ങളെ അറിയാത്ത സമയമല്ല ദൈവത്തിന്റെ നിശബ്ദതകൾ. ദൈവം നിങ്ങളെ തന്റെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടില്ലാത്ത സമയമല്ല ദൈവത്തിന്റെ നിശബ്ദതകൾ. ദൈവം നിഷ്ക്രിയനായിരിക്കുന്ന സമയമല്ല ദൈവത്തിന്റെ നിശബ്ദതകൾ. പകരം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് നിങ്ങളെ പണിതെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ദൈവത്തിന്റെ നിശബ്ദതകൾ. അതേ പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ ഒരുപക്ഷെ നമ്മുടെ അന്തരംഗത്തിൽ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു എങ്കിലും അതൊക്കെയും നമ്മെ ദൈവത്തോടുള്ള ഫോക്കസിൽ നിന്ന് തെറ്റിക്കുന്ന ചില ശബ്ദങ്ങളാണെന്ന് തിരിച്ചറിയുക. ദൈവം ശമൂവേലിനെ പണിതെടുത്തൊരു സമയമായിരുന്നു ദൈവത്തിന്റെ നിശബ്ദതകൾ. നോക്കൂ, എസ്തേറിന്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് എസ്തേറിന്റെ പുസ്തകത്തിൽ എങ്ങും ദൈവം 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 എന്നൊരു വാക്ക് കാണുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ നിശബ്ദതകൾക്കകത്തുകൂടെ നാം കാണുന്ന സമയം എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു രാജ്ഞി സ്ഥാനഭ്രഷ്ടയാകുന്നു. പകരം ഒരു രാജ്ഞിയായ എസ്തേറിനെ അവിടെ അസൈൻ ചെയ്യുന്നു. മൊർദെഖായി രാജാവിന്റെ ജീവൻ രക്ഷിക്കുന്നു. ആ രാജാവിന് അത് രാജാവിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു. രാജാവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയത്ത് ആ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിക്കുന്നു. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം തന്റെ ശ്രദ്ധയിൽ പെടുന്നു. അതിലൂടെ ഹാമാന്റെ പദ്ധതി തകരുകയും യഹൂദന്മാർക്ക് വലിയൊരു രക്ഷ ഉണ്ടാകുകയും ചെയ്തു. നോക്കൂ, ഇവിടെ എങ്ങും ദൈവപ്രവർത്തികൾ എന്ന് നാം വായിക്കുന്നില്ല. എങ്കിലും അതിനകത്ത്, ആ കൊട്ടാരത്തിനകത്ത് വളരെ സൈലന്റ് ആയി ദൈവത്തോട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന എസ്തേറിന് വേണ്ടി തിരശീലയ്ക്ക് പിന്നിൽ ചലിച്ച ഒരു അത്ഭുതകരത്തെ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പേര് കേൾക്കാത്ത ചില ദിവസങ്ങൾ ഉണ്ടാകാം. ദൈവത്തിന്റെ പ്രവർത്തികൾ കാണാൻ പറ്റാത്ത ചില ദിവസങ്ങൾ ഉണ്ടാകാം. ദൈവത്തിന്റെ ആത്മാവ് എന്നൊരു ജീവിതത്തിൽ ഒന്നും ഇടപെടുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചില ദിവസങ്ങൾ ഉണ്ടാകാം. കർത്താവ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്റെ പ്രവർത്തികൾക്കൊന്നും കർത്താവ് മറുപടി നൽകുന്നില്ലല്ലോ, എന്റെ കണ്ണുനീരിന്റെ കർത്താവ് മറുപടി തരുന്നില്ലല്ലോ എന്നുള്ള ദിവസങ്ങൾ ഉണ്ടാകാം. എന്നാൽ എസ്തേറിന്റെ പുസ്തകം പഠിപ്പിക്കുന്നത് ഇതാണ്: ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും അവൻ നിനക്ക് അപ്രത്യക്ഷനായിരിക്കുന്നില്ല. ദൈവം നിനക്ക് ദർശനം തരാതിരിക്കുമ്പോഴും അവിടുന്ന് നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. എന്തോ അവിടുന്ന് ഈ മാസത്തേക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കാൻ, നിങ്ങളെ മറ്റൊരു തരത്തിലുള്ള ഒരു ഉപവാസ രീതിയിലേക്ക് തിരിക്കാൻ, പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ, ദൈവിക പദ്ധതിക്കകത്തേക്ക് ഒരു ശമൂവേലിനെ കൂട്ടിവരുത്തിയതുപോലെ, ദൈവിക പദ്ധതിയിലേക്ക് ഒരു എസ്തേറിനെ കൂട്ടിവരുത്തിയതുപോലെ, ദൈവ പദ്ധതിയിലേക്ക് കർത്താവിന്റെ ആത്മാവ് ചില ശുശ്രൂഷകരെ വാർത്തെടുത്തതുപോലെ നിങ്ങളെ ദൈവത്തിന്റെ ആത്മ ഉരുവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ പോകുന്ന ഒരു മാസമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം അക്കമിട്ട് മറുപടി തരാൻ പോകുന്ന ഒരു മാസമാണ്. നോക്കൂ, മറ്റെല്ലാ പുസ്തകങ്ങളിലും നാം ദൈവത്തെയും ദൈവപ്രവൃത്തികളെയും കുറിച്ച് കാണുന്നു. എന്നാൽ എസ്തേറിൽ മാത്രം ദൈവം 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 എന്ന് കാണുന്നില്ല. പകരം എല്ലാം ദൈവം ചില മുഖാന്തരങ്ങൾ ഒരുക്കി അവിടെ ആ ഇഷ്യൂ സോൾവ് ചെയ്യാണ്. ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു, ദൈവം നിങ്ങളുടെ ലൈഫിലെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ ചില മുഖാന്തരങ്ങൾ ഒരുക്കാൻ പോവാണ്. വിശ്വസിക്കുന്നവർ ആമേൻ ടൈപ്പ് ചെയ്താട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ ടൈപ്പ് ചെയ്താട്ടെ. നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അതൊരു അൺബ്രേക്കബിൾ സിറ്റുവേഷൻ എന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാൻ പ്രവചിക്കുന്നു, ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡെലിവറൻസ് നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ പോകുന്നു. ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡെലിവറൻസ് നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ പോകുന്നു. ഈ സിറ്റുവേഷൻ മാറും. ദൈവപ്രവർത്തികൾ നിനക്ക് വേണ്ടി തിരശ്ശീലയ്ക്ക് പിന്നിൽ ചലിക്കുകയാണ്. അത് ഡെലിവറൻസ് ആയി യഹൂദ ജനം അനുഭവിച്ചതുപോലെ നിങ്ങളും നിങ്ങൾ ആശിച്ച വിഷയത്തിന്റെ മേൽ ഒരു ഡെലിവറൻസ് ഉണ്ടാകാനായി പോകുകയാണ്. അത് നിങ്ങൾ കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഞാനത് വിശ്വസിക്കുന്നത് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. ഉടനെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God be with you.